മക്കളെ, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്സസ്. അഞ്ജിത് സാറാണ്. സോ നിങ്ങൾ ക്വാർട്ടർലി എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ട് വന്നിരിക്കുന്നത് 4 മാർക്കിൽ ചോദിക്കാൻ ചോദ്യമാണ്. മിസ്സാക്കിയ നിങ്ങൾക്ക് വളരെ നഷ്ടമായിരിക്കും. സോ ടോപ്പിക്കിലേക്ക് പോവാം. പ്രോട്ടീൻ സിന്തസിസ്, ജനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ജീവന്റെ ജനിതകം എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രോട്ടീൻ നിർമ്മാണത്തെ പറ്റിയാണ് മക്കളെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, പ്രോട്ടീൻ നിർമ്മാണം, പ്രോട്ടീൻ സിന്തസിസ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം, പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്ന ഈ പ്രക്രിയക്ക് 2 സ്റ്റെപ്പാണ്. 2 സ്റ്റെപ്പ് ശ്രദ്ധിക്കൂ, 2 സ്റ്റെപ്പാണ്. ഇറ്റ് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഈ സ്റ്റെപ്പ് സംഭവിക്കുക ന്യൂക്ലിയസിൽ വെച്ചാണ്. ന്യൂക്ലിയസ് മക്കളെ ശ്രദ്ധിക്കൂ, ന്യൂക്ലിയസ് മർമ്മത്തിൽ വെച്ചാണ്. മർമ്മം ന്യൂക്ലിയസിൽ വെച്ചാണ്. ഓക്കെ, അതേപോലെ സെക്കൻഡ് സ്റ്റെപ്പ് മക്കളെ, സെക്കൻഡ് സ്റ്റെപ്പ് ട്രാൻസ്ലേഷൻ ആണ്. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഈ സ്റ്റെപ്പ് സംഭവിക്കുക സൈറ്റോപ്ലാസത്തിൽ വെച്ചുമാണ്. സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ കോശദ്രവ്യം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഫിഗർ ഉണ്ട്. ഫിഗർ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗർ ഉണ്ട്. ഇമ്പോർട്ടന്റ് ഫിഗർ ആണ്. നമുക്ക് ഫിഗറിലേക്ക് പോവാം. ഓക്കെ, ശ്രദ്ധിക്കുക, എല്ലാവരും കാണും. ഫിഗറിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു സെല്ല് കാണിച്ചിട്ടുണ്ട്. സെല്ലിന്റെ ഇത്രയും ഭാഗം ന്യൂക്ലിയസ് ആണ്. ഇത്രയും ഭാഗം ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് മർമ്മം. ഓക്കെ, സോ മർമ്മത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇവിടെ ഇത്രയും ഈ ഭാഗം DNA ആണ്. DNA ഇത്രയും ഭാഗം DNA ആണ്. DNA കാണാം. മർമ്മത്തിനുള്ളിൽ DNA കാണാം. ഓക്കെ, സോ DNA. ഇനി ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ മറ്റൊരു സാധനം mRNA എന്ന് മാർക്ക് ചെയ്തു. ചിത്രം വിശകലനം ചെയ്യാണ്. സോ ചിത്രം എന്തൊക്കെയുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക. mRNA മാർക്ക് ചെയ്തിട്ടുണ്ട്. ന്യൂക്ലിയസ് ഇത്രയും ഭാഗം ന്യൂക്ലിയസ് ആണെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു RNA tRNA എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രോട്ടീൻ ഈ ഒരു സാധനം പ്രോട്ടീൻ എന്ന് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു സാധനം പ്രോട്ടീൻ ആണെന്ന് കാണിച്ചു. പ്രോട്ടീൻ. അമിനോ ആസിഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. റൈബോസോം. ഓക്കെ, സൈറ്റോപ്ലാസം ഇത്രയും ഭാഗത്തുള്ള പ്രക്രിയ ട്രാൻസ്ലേഷൻ ആണെന്ന് കാണിച്ചു. ഇത്രയുമാണ് ചിത്രത്തിലുള്ളത്. സോ നമുക്ക് വിശദമായിട്ട് ഒന്ന് പരിശോധിക്കാം എന്തൊക്കെ പഠിക്കാനുണ്ട്. ഇതൊരു സെല്ലാണെന്ന് സങ്കല്പിക്കണം. ഇതൊരു സെല്ലാണ്, കോശമാണ് സങ്കല്പിക്കണം. എല്ലാവരും സങ്കല്പിക്കുക ഇതൊരു കോശമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോശത്തിന്റെ ഉള്ളിലായിട്ടുള്ള ഈ ഭാഗം മർമ്മം ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ്. ഓക്കെ, സോ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ക്രോമസോം ഉണ്ടെന്നല്ല എല്ലാവർക്കും അറിയാം. ക്രോമസോമിന്റെ ഉള്ളിൽ മറ്റൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തി DNA ആണ്. സോ ക്രോമസോമിന്റെ ഉള്ളിലുള്ള DNA, ഇത് DNA ആണ്. DNA. ഓക്കെ, ശ്രദ്ധിക്കാം. ന്യൂക്ലിയസിൽ എന്തൊക്കെ സംഭവിക്കുന്നു? ന്യൂക്ലിയസിൽ എന്തെല്ലാം സംഭവിക്കുന്നു? DNAയിലെ ജീനുകളിൽ നിന്ന് DNA ഉള്ളിൽ ജീനുണ്ട്, എല്ലാവർക്കും അറിയാം. സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ആണ് ജീൻ എന്ന് പറഞ്ഞാൽ, അല്ലെ? ന്യൂക്ലിയോടൈഡുകളുടെ നിശ്ചിത ശ്രേണിയാണെന്ത്? ജീനുകൾ. അങ്ങനെയാണെങ്കിൽ DNAയിലെ ന്യൂക്ലിയോടൈഡിന്റെ സീക്വൻസിൽ നിന്ന് ന്യൂക്ലിയോടൈഡിന്റെ നിശ്ചിത ശ്രേണിയിൽ നിന്ന് ഒരു RNA പുറത്തേക്ക് വരും. ഒരു RNA രൂപപ്പെടും, ഒരു RNA ഉണ്ടാകും. ആ RNA നമ്മൾ വിളിക്കേണ്ട പേര് mRNA എന്നാണ്. mRNA is formed from the sequence of nucleotides in DNA. Sequence of nucleotides എന്ന് പറഞ്ഞാൽ ജീനാണ്. So mRNA is formed from genes in DNA എന്നും പറയാം. with the help of various enzymes. വിവിധ എൻസൈമുകളുടെ സഹായത്താൽ DNAയിലെ നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയിൽ നിന്ന് mRNA രൂപപ്പെടുന്നു. mRNA. ഓക്കെ, mRNA M ആണ്. M മനസ്സിലാക്കൂ. mRNA അല്ലെ? mRNA അല്ലെ? mRNA. M എന്ന് പറഞ്ഞാൽ മെസ്സഞ്ചർ എന്നാണ്. മെസ്സഞ്ചർ. എന്താ മെസ്സഞ്ചർ എന്ന് പറഞ്ഞാൽ? ആ മെസ്സഞ്ചർ അല്ലെ, മെസ്സേജ് പാസ് ചെയ്യുന്ന ആള്, മെസ്സേജിനെ കൊണ്ടുവരുന്ന ആളെ നമുക്ക് മെസ്സഞ്ചർ എന്ന് വിളിക്കാം. സോ mRNAയിൽ എന്തുണ്ടായിരിക്കും? മെസ്സേജ് ഉണ്ടായിരിക്കും.
message. mRNA carries the message for protein synthesis. mRNA carries message for protein synthesis. mRNAയിൽ പ്രോട്ടീൻ നിർമ്മാണത്തിനായുള്ള സന്ദേശമുണ്ട്. ഓക്കെ, സോ mRNA ഉണ്ടായി, mRNA ഉണ്ടായി. ക്ലിയർ 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 ക്ലിയർ. mRNA ഉണ്ടായി. ഇനി ശ്രദ്ധിക്കുക, സൈറ്റോപ്ലാസത്തിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു വ്യക്തിയാണ് ഇദ്ദേഹത്തെ വളരെ ബഹുമാനപൂർവ്വം നമുക്ക് വിളിക്കാം റൈബോസോം എന്ന് വിളിച്ചു. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെയാണ്, നമ്മളുടെ mRNA വളരെ ബഹുമാനപ്പെട്ട റൈബോസോമിലേക്കാണ് എത്തിച്ചേരുക. mRNA reaches the ribosome. mRNA നമ്മൾ റൈബോസോമിലേക്ക് എത്തിച്ചേരും. അങ്ങനെയാണെങ്കിൽ mRNAയിലെ സന്ദേശം റൈബോസോമിന് കിട്ടി. പ്രോട്ടീൻ ഉണ്ടാക്കണമെന്ന സന്ദേശം റൈബോസോമിന് കിട്ടി. മനസ്സിലാക്കണം, പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട സാധനം അമിനോ ആസിഡ് ആണ്. കാരണം അമിനോ ആസിഡിനെ കൂട്ടിച്ചേർത്താൽ മാത്രമേ പ്രോട്ടീൻ കിട്ടുള്ളൂ. സോ ശ്രദ്ധിക്കൂ, സൈറ്റോപ്ലാസത്തിൽ അനേകം അമിനോ ആസിഡ്സ് ഉണ്ടാകും. ഇതൊക്കെ അമിനോ ആസിഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ അമിനോ ആസിഡിനെ റൈബോസോമിലേക്ക് എത്തിച്ചാലേ പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അമിനോ ആസിഡിനെ റൈബോസോമിലേക്ക് എത്തിച്ചാൽ മാത്രമേ പ്രോട്ടീൻ നിർമ്മിക്കാൻ സാധിക്കുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ അമിനോ ആസിഡിനെ റൈബോസോമിലേക്ക് എത്തിക്കണമെങ്കിൽ അതിന് പ്രത്യേകം ഒരാൾ വേണം. അങ്ങനെ അമിനോ ആസിഡിനെ റൈബോസോമിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തി, ആ വ്യക്തിയാണ് മക്കളെ, ആ വ്യക്തിയാണ് ഇയാള്. ഇദ്ദേഹത്തെ വളരെ ബഹുമാനപൂർവ്വം നമുക്ക് വിളിക്കാം tRNA. എന്ത് വിളിച്ചു? tRNA മീൻസ് എല്ലാവരും കാണണം. tRNA എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ RNA. tRNA എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ RNA. ട്രാൻസ്ഫർ ചെയ്യുക, ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക, അതിനാണ് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയാം. സോ അങ്ങനെയാണെങ്കിൽ tRNA അമിനോ ആസിഡ്സിനെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും, അല്ലെ? tRNA carries amino acid. tRNA carries amino acid to ribosome. tRNA അമിനോ ആസിഡിനെ റൈബോസോമിലേക്ക് എത്തിക്കും. ശരിയല്ലേ? ഇനി എന്താ നോക്കൂ, ഇവിടെ അമിനോ ആസിഡ് എത്തി, റൈബോസോമിൽ അമിനോ ആസിഡ് എത്തി എന്ന് സങ്കല്പിക്കുക. tRNA കൊണ്ടുവന്നു സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ അമിനോ ആസിഡ്സിനെ കൂട്ടിച്ചേർത്താൽ മാത്രമല്ലേ പ്രോട്ടീൻ ആവുള്ളൂ. അങ്ങനെ കൂട്ടിച്ചേർക്കണമെങ്കിൽ മറ്റൊരു RNA വേണം. അതിനുള്ള RNA ആണ് ഇത്. ഇയാളെ നമുക്ക് ബഹുമാനപൂർവ്വം വിളിക്കാം rRNA. റൈബോസോമൽ RNA. മനസ്സിലാക്കും മക്കളെ? rRNA എന്ന് പറഞ്ഞാൽ റൈബോസോമൽ. മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ അങ്ങനെ തന്നെ പറയാം, റൈബോസോമൽ RNA. ഓക്കെ, റൈബോസോമിലെ റൈബോസോമൽ RNA. അങ്ങനെയാണെങ്കിൽ ഈ റൈബോസോമൽ RNA പണി എന്തായിരിക്കും പണി? അമിനോ ആസിഡ്സിനെ കൂട്ടിച്ചേർക്കുക. വിവിധ അമിനോ ആസിഡ്സിനെ എന്തു ചെയ്തു? കൂട്ടിച്ചേർക്കുന്നു. അമിനോ ആസിഡ്സിനെ കൂട്ടിച്ചേർത്ത് ശ്രദ്ധിക്കണം, അമിനോ ആസിഡ്സിനെ കൂട്ടിച്ചേർത്ത് എന്തുണ്ടാക്കി? പ്രോട്ടീൻ ഉണ്ടാക്കി. സിമ്പിൾ, വളരെ സിമ്പിൾ. സോ അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയസിൽ മർമ്മത്തിൽ സംഭവിച്ചതെല്ലാം ട്രാൻസ്ക്രിപ്ഷൻ. ഓക്കെ, സൈറ്റോപ്ലാസം കോശദ്രവ്യത്തിൽ സംഭവിച്ചതെല്ലാം ട്രാൻസ്ലേഷൻ. മർമ്മത്തിൽ എന്താ സംഭവിച്ചത്? ഒന്ന് ശ്രദ്ധിക്കൂ. mRNA is formed from
ദി സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ DNA വിത്ത് ദി ഹെൽപ്പ് ഓഫ് വാരിയസ് എൻസൈംസ്. അല്ലേ, mRNA വിവിധ എൻസൈമുകളുടെ സഹായത്താൽ DNA ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയിൽ നിന്ന് രൂപപ്പെട്ടു. അത് ന്യൂക്ലിയസിൽ വെച്ച് സംഭവിച്ചു. സോ അത്രയും കാര്യം ട്രാൻസ്ക്രിപ്ഷൻ. അല്ലെ, mRNA ക്യാരീസ് ദി മെസ്സേജ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസം ആണെന്ന് പറഞ്ഞു. സൈറ്റോപ്ലാസത്തിൽ നടക്കുന്ന പ്രക്രിയയാണ്. സോ എന്തൊക്കെ ട്രാൻസ്ലേഷൻ സംഭവിച്ചതാ? tRNA ക്യാരീസ് അമിനോ ആസിഡ്സ് ടു റൈബോസോം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം RRNA കമ്പൈൻസ് ദി അമിനോ ആസിഡ്സ് ടു പ്രൊഡ്യൂസ് പ്രോട്ടീൻ. ഇത് ഈ രണ്ട് കാര്യങ്ങളും ട്രാൻസ്ലേഷനിൽ സംഭവിക്കും. ഓക്കെ, ശ്രദ്ധിക്കാം, നോക്കാം നമുക്ക്. ട്രാൻസ്ക്രിപ്ഷൻ. mRNA മെസ്സഞ്ചർ RNA ആണ്. mRNA is formed from specific nucleotide sequence in DNA. അതായത് ജീൻ ഉണ്ടാവുക ചുരുക്കം. വിത്ത് ദി ഹെൽപ്പ് ഓഫ് വാരിയസ് എൻസൈംസ്. ഓക്കെ, mRNA കണ്ടെയ്ൻസ് മെസ്സേജ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസിൽ സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം സംഭവിച്ചു? tRNA is ട്രാൻസ്ഫർ RNA ആണ്. carry specific amino acids to ribosome based on the message in the mRNA that has reached the ribosome. റൈബോസോമിൽ എത്തിയ mRNA മെസ്സേജ് അനുസരിച്ച് tRNA അമിനോ ആസിഡ്സിനെ റൈബോസോമിലേക്ക് എത്തിച്ചു. The RRNAs റൈബോസോമിൽ RNA ആണ്, which are part of ribosomes combine amino acids to make protein. അല്ലേ, ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ വിവിധ എൻസൈമുകളുടെ സഹായത്താൽ mRNA DNA ഒരു നിശ്ചിത ന്യൂക്ലിയോടൈഡ് ശ്രേണിയിൽ നിന്ന് രൂപപ്പെടുന്നു. പറഞ്ഞ കാര്യമാണ്, സിമ്പിളാണ്. mRNA പ്രോട്ടീൻ നടത്താനുള്ള സന്ദേശമുണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ലേഷൻ എന്ത് സംഭവിച്ചു? ട്രാൻസ്ലേഷൻ ന്യൂക്ലിയസിൽ നിന്നും റൈബോസോമിലേക്ക് എത്തിയ mRNA സന്ദേശം അനുസരിച്ച് tRNA ട്രാൻസ്ഫർ RNA നിശ്ചിത അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിക്കുന്നു. പറഞ്ഞു നമ്മൾ നേരത്തെ. റൈബോസോമിന്റെ ഭാഗമായിട്ടുള്ള RRNA അല്ലേ, റൈബോസോമിന്റെ ഭാഗമായിട്ടുള്ള RRNA അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. സിമ്പിൾ, വളരെ സിമ്പിൾ ആട്ടോ. സോ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഇതിലൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഏതൊക്കെ RNAകൾ നമ്മളെ സഹായിച്ചു? ഒന്നാമത്തെ ആള് mRNA മെസ്സഞ്ചർ RNA ആണ്. ഫോംഡ് ഫ്രം ജീൻസ് ഇൻ DNA ജീനുകൾ രൂപപ്പെട്ടു. അല്ലെ, അതേപോലെ തന്നെ ക്യാരീസ് ദി മെസ്സേജ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. tRNA അതിന്റെ ഫിഗർ മനസ്സിലാക്കി വെക്കണം. നിങ്ങൾ തിരിച്ചറിയാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, tRNA കുരിശ് പോലെയൊക്കെ കാണാൻ സാധിക്കും അല്ലെ. 4 കാലഘട്ടം മനസ്സിലാക്കി വെക്കുക. tRNA carries specific amino acids to ribosome based on message in mRNA. mRNA സന്ദേശം അനുസരിച്ച് സ്പെസിഫിക് ആയിട്ടുള്ള നിശ്ചിത അമിനോ ആസിഡുകളെ, നിർദ്ദിഷ്ട അമിനോ ആസിഡുകളെ എവിടെ എത്തിച്ചു? റൈബോസോമിൽ. RRNA റൈബോസോമൽ RNA എന്തു ചെയ്തു? പ്രൈമറി കമ്പോണന്റ് ഓഫ് റൈബോസോം ഹെൽപ്സ് ഇൻ ദി ഫോർമേഷൻ ഓഫ് ബോണ്ട് ബിറ്റ്വീൻ അമിനോ ആസിഡ്സ്. അമിനോ ആസിഡുകൾക്കിടയിൽ ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചു. അല്ലെ, അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി സഹായിച്ചു. മക്കളെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, പഠിച്ചു വെക്കുക. സോ ഉഷാറാക്കി വെക്കുക, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തൊരു ചോദ്യമായിട്ട് അടുത്ത ക്ലാസ് കാണാനായിരിക്കും. അതുവരെ താങ്ക് യു, ബൈ.